ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ഇൻ ദ വൈൽഡർനെസ് ബൈ ഇലൈൻ ഷോവാൾട്ടോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇലൈൻ ഷോവാൾട്ടോ പ്രശസ്തയായ ഒരു അമേരിക്കൻ ഫെമിനിസ്റ്റ് ക്രിട്ടിക്കാണ്. ഇലൈൻ ഷോവാൾട്ടറുടെ ഇൻഫ്ലുവൻഷ്യലായ എസ്സേയാണ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ഇൻ ദ വൈൽഡർനെസ്. അത് 1981 പബ്ലിഷ് ചെയ്യുന്നത്. ഷോവാൾട്ടോ ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം വർക്ക് ചെയ്യുന്ന ടു വേസിനെ കുറിച്ചും അതുപോലെ സ്ത്രീകളായ റൈറ്റേഴ്സിന് അവരുടേതായ സ്പേസും ലാംഗ്വേജും ഹിസ്റ്ററിയും വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ഷോവാൾട്ടോ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ദർ ആർ ടു ടൈപ്സ് ഓഫ് ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം. ഫസ്റ്റ് വൺ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ആൻഡ് ദ സെക്കൻഡ് വൺ ഗൈനോ ക്രിറ്റിസിസം. ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്നാൽ മെയിൽ റൈറ്റേഴ്സ്, അതായത് പുരുഷന്മാർ എഴുതുന്ന വർക്കുകളിൽ എങ്ങനെ സ്ത്രീകളെ ചിത്രീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റിൽ ഒഫീലിയയെ ഒപ്രസ് ചെയ്യുന്നതായി കാണാം. അവളുടെ അച്ഛനും ബ്രദറും എന്ത് ചെയ്യണം എന്ന് അവളോട് തുടർച്ചയായി പറയുന്നതും ഹാംലെറ്റ് അവളോട് ക്രൂരമായി പെരുമാറുന്നതും കാണാം. ഷേക്സ്പിയർ ഇവിടെ സ്ത്രീ കഥാപാത്രങ്ങളെ പോർട്രേ ചെയ്തിരിക്കുന്നത് ഡിപ്പെൻഡൻറ്റും ഒപ്രസ്ഡുമായിട്ടാണ്. ഇതാണ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം സ്റ്റഡി ചെയ്യുന്നത്. മെയിൽ റൈറ്റേഴ്സ് ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അതുപോലെ ആ മെയിൽ ടെസ്റ്റുകളിൽ സെക്സിസം, സ്റ്റീരിയോടൈപ്സ് ആൻഡ് പവർ ഇംബാലൻസ് ഇവയെല്ലാം എങ്ങനെ കാണിക്കുന്നു എന്നതാണ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം പഠിക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം രണ്ട് ടൈപ്പാണുള്ളത്: ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ആൻഡ് ഗൈനോ ക്രിറ്റിസിസം. ഇലൈൻ ഷോവാൾട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടേമാണ് ഗൈനോ ക്രിറ്റിസിസം. ഗൈനോ ക്രിറ്റിസിസത്തിൻ്റെ എയിം എന്ന് പറയുന്നത് സ്ത്രീകളെ റൈറ്റേഴ്സ് എന്ന നിലയിൽ പഠിക്കുകയാണ്. അതൊരിക്കലും പുരുഷന്മാരുടെ കാഴ്ചപ്പാടിലല്ല. ലിറ്ററേച്ചറിൽ എങ്ങനെ സ്ത്രീകൾ അവരെ എക്സ്പ്രസ് ചെയ്യുന്നു എന്നാണ് ഗൈനോ ക്രിറ്റിസിസം ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ മെൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതിൽ അവർ യാതൊരു ഇമ്പോർട്ടൻസും നൽകുന്നില്ല. അതുപോലെ വുമൺ റൈറ്റേഴ്സിനെ മെയിൽ റൈറ്റേഴ്സിൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ ബേസിസിൽ ജഡ്ജ് ചെയ്യരുത് എന്നാണ് ഷോവാൾട്ടർ വിശ്വസിക്കുന്നത്. ഗൈനോ ക്രിറ്റിസിസത്തിന് എക്സാമ്പിളായി പറയുന്നത് വിർജീനിയ വൂൾഫ്, ടോണി മോറിസൺ, കമല ദാസ് തുടങ്ങിയവരുടെ എഴുത്തുകളാണ്. ഇൻ ഷോർട്ട്, ഗൈനോ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ വുമൺ റൈറ്റിംഗ് അബൌട്ട് വുമൺ ഫ്രം ദയർ ഓൺ എക്സ്പീരിയൻസ്. തൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു സ്ത്രീയെക്കുറിച്ച് എഴുതുന്നതാണ് ഗൈനോ ക്രിറ്റിസിസം. ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്നാൽ വുമൺ ഇൻ ബുക്സ് ഓഫ് മെൻ. പുരുഷന്മാർ എഴുതുന്ന വർക്കുകളിൽ എങ്ങനെയാണ് സ്ത്രീയെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം പറയുന്നത്. ഷോവാൾട്ടോ ഡിസ്ക്രൈബ്ഡ് 3 phases in women's literary history. ഷോവാൾട്ടർ 3 ഫേസുകളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഫെമിനൈൻ ഫേസ്. 1840 മുതൽ 1880 വരെയുള്ള കാലഘട്ടത്തിനാണ് ഫെമിനൈൻ ഫേസ് എന്ന് പറയുന്നത്. വുമൺ റൈറ്റ് ലൈക്ക് മാൻ ആൻഡ് ട്രൈ ടു ഫിറ്റ് ഇൻ ടു എ മെയിൽ ട്രഡീഷൻ. അന്നത്തെ കാലത്ത് പുരുഷന്മാർക്കാണ് എഴുതാനുള്ള അധികാരങ്ങളുണ്ടായിരുന്നത്. ഒരു സ്ത്രീ ഒരു വർക്ക് എഴുതുക എന്നത് ആരും അത്ര അംഗീകരിക്കുന്ന കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മെയിൽ പെൻനെയിം ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകൾ എഴുതിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഫെമിനൈൻ ഫേസ്. അവർ ഗോൾ എന്ന് പറഞ്ഞാൽ ടു പ്രൂവ് വുമൺ ക്യാൻ റൈറ്റ് ആസ് വെൽ ആസ് മെൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു കാലഘട്ടം ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം അതാണ് ഫെമിനിസ്റ്റ് ഫേസ്. 1880 മുതൽ 1920 വരെയുള്ള കാലഘട്ടമാണ്. വുമൺ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് മെയിൽ ഡോമിനേഷൻ ആൻഡ് ഫോക്കസ് ഓൺ റൈറ്റ്സ്. അവരുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി അവർ മെയിൽ ഡോമിനേഷനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന കാലഘട്ടമാണ് ഫെമിനിസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ദെൻ ഫീമെയിൽ ഫേസ്. 1920 അങ്ങോട്ടുള്ള കാലഘട്ടത്തിനെയാണ് ഫീമെയിൽ ഫേസ് എന്ന് പറയുന്നത്. അവർ സ്വന്തം ഐഡൻറ്റിറ്റി തിരിച്ചറിയുകയും അതേപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ് എല്ലാം കോൺഫിഡൻസോട് കൂടി എഴുതാൻ തുടങ്ങിയ കാലഘട്ടമായിരുന്നു ഫീമെയിൽ ഫേസ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.